അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, നമുക്കറിയാം ഇതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നുവെന്ന്. നഷ്ടപ്പെട്ടു പോയ ഹൈന്ദവ വോട്ടുകൾ തിരികെ പിടിക്കുക, അയ്യപ്പനോട് ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ ഭക്തിയും വിശ്വാസമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക. പക്ഷെ നോക്കൂ, ഇതിൻ്റെ അവസാനം, ഇതിൻ്റെ ശേഷിപ്പ് പുറത്തു വരുമ്പോൾ കാണുന്നത് ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കരാർ നൽകുന്ന സാഹചര്യം. ഏറ്റവും ചുരുങ്ങിയതൊരു 150 ബെഡ് എടുത്തു എന്ന് പറയുന്നു, പക്ഷേ 50 എണ്ണം കാണാനില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ ധൂർത്ത് നടന്നിരിക്കുന്നത്. ആ കണക്കുകളൊന്നും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നില്ല, അങ്ങേക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ വലിയ സമ്മർദ്ദത്തിലായിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡല്ലേ? സത്യത്തില് പണ്ട് കോമൺവെൽത്ത് ഗെയിംസ് നടന്നല്ലോ ഡൽഹിയിൽ, അതിന്റെ ഒരു ചെറിയ പതിപ്പാണ് ഈ പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം. കോമൺവെൽത്ത് ഗെയിംസിൽ TV വാങ്ങിയ വകയിൽ വരെ പൈസ മോഷ്ടിച്ചു. അപ്പം TV വാങ്ങിയതല്ല, വാടക എടുത്ത വകയിൽ വരെ. അപ്പൊ ബെഡ് വാങ്ങിയത് കാണുന്നില്ല, GST ബില്ല് കാണുന്നില്ല. ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, ഞാൻ ഇന്നലത്തെ ആ വിധിയിൽ അതിന്റെ അവസാനത്തെ പേജിലെ അതിന്റെ ഒരു 6ാമത്തെ പാരഗ്രാഫിലെ 7ാമത്തെ സബ് പാര വായിക്കാം. ദി സ്പെഷ്യൽ കമ്മീഷണർ ഹാസ് ഫർദർ നോട്ടഡ് ദാറ്റ് ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു സ്പോൺസർഷിപ്പ് ഇൻകം അമൗണ്ടിംഗ് ടു 2 crore have not been furnished in the report. It has also been pointed out that a sum of 2 crore drawn from the Travancore Devaswam Board General Fund for the conduct of the event has not been recouped so far. പൈസ എടുക്കരുതെന്ന് പറഞ്ഞതാണ്. സർക്കാരിന്റെ ഫണ്ടിൽ നിന്നോ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നോ പൈസ എടുക്കരുതെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ പൈസ തിരിച്ചടക്കണം. അത് ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, പൈസയുടെ കണക്കൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തിനാ ഈ അയ്യപ്പ സംഗമം നടത്തിയത്? അയ്യപ്പ സംഗമം നടത്തിയത് വലിയ ഒരു ധൂർത്ത് സംഘടിപ്പിക്കുക, എന്നിട്ട് അതിന്റെ കെയർ ഓഫിൽ കുറെ പൈസ കമ്മീഷനായിട്ടും വ്യാജ ചെലവുകൾ എഴുതിയിട്ടുമൊക്കെ അടിച്ചെടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ശബരിമല അയ്യപ്പന്റെ ഭക്തി പ്രചരിപ്പിക്കാൻ, ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ, അവിടെ സുഗമമായ തീർത്ഥാടനം ഉറപ്പുവരുത്താൻ, ഇതിനൊക്കെ ആണെങ്കിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് ആരെയാ? സനാതന ധർമ്മം ഡെങ്കുവാണ്, മലേറിയയാണ്, അതിനെ ഉന്മൂലനം ചെയ്യണം എന്ന് പറഞ്ഞ DMK-യുടെ നേതാവ് സ്റ്റാലിനെ വിളിച്ചത്. അപ്പൊ ഉദ്ദേശം എന്താ? ഈ രാജ്യത്ത് സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നവനെയാണ് ഈ ദേവസ്വം ബോർഡിന്റെയും 100ാം വാർഷികത്തിന് നടത്തുന്ന അയ്യപ്പ സംഘം പമ്പയിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താ? അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ അടുത്ത ദിവസം തിരുനാവായില് മാഘമേള നടന്നു, മഹാമാഘമേള. 24 ലക്ഷം ആളുകളാണ് പങ്കെടുത്തത്. അവിടെ വരുന്നവർക്കൊക്കെ വിഭവസമൃദ്ധമായ സദ്യ കൊടുത്തിരുന്നു. വിഭവസമൃദ്ധമായ സദ്യ. നാട്ടുകാര് കൊടുത്ത പൈസയും ഒരു സന്യാസി ആശ്രമം സ്പോൺസർ ചെയ്ത പൈസയും ഉപയോഗിച്ചിട്ടാണ് ആ ഭക്ഷണം കൊടുത്തത്. ആരെങ്കിലും പരാതി പറഞ്ഞോ? ഇത്രയൊന്നും സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ, ഇടിഞ്ഞ റോഡുകളിലൂടെ 24 ലക്ഷം ആളുകൾ വന്ന് സുഖമായി പോയി. ശബരിമലയിൽ 70,000 60,000 ആൾക്കാരാണ് വരുന്നത്. അവിടെ 18 ദിവസം കൊണ്ടാണ് 24 ലക്ഷം ആളുകൾ വന്നത്. അപ്പൊ ഒരു ദിവസം എത്ര ആൾ വന്നിട്ടുണ്ടെന്ന് ഊഹിക്കാലോ. എന്തെങ്കിലും പരാതി കേട്ടോ? അവിടെ താൽക്കാലിക ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടാണ് പുഴ കടത്തിയത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അപ്പോ ഇതൊക്കെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം അവിടത്തെ പൈസ എടുക്കുക, അത് ദുരുപയോഗം ചെയ്യുക. ഇപ്പോ GST ഇനത്തിലുള്ള ബില്ലുകൾ വന്നിട്ടില്ല. GST ഇനത്തിലെ ബില്ല് വന്നിട്ടില്ല. ഞാൻ ഉത്തമമായി വിശ്വസിക്കുന്നു പല ബില്ലും ഹാജരാക്കാൻ പറ്റില്ല. കാരണം മൂന്നാറിലെയും മറ്റ് വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഹോട്ടലിൽ താമസിച്ച ബില്ലാണ്. ആ ബില്ലിൽ പല ഐറ്റം തിരിച്ചുള്ള ബില്ല് വരുമ്പോ പല ഐറ്റം ഉണ്ടാവും. ഹോട്ടലുകളിലാണ് ഈ അയ്യപ്പ സംഗമത്തിന് എത്തിയ ആളുകളെ പാർപ്പിച്ചിരുന്നത്. W, B, R, V ഒക്കെ ഉണ്ടാവും, J ഒക്കെ ഉണ്ടാവും. അതൊന്നും ഇപ്പൊ കാണിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇതൊക്കെ മുക്കുന്നത്. ഇത് ഈ ശബരിമലയിൽ ഇപ്പൊ നടക്കുന്ന കേസുണ്ടല്ലോ, അത് പുറത്തു വരുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ്. ഇവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു.
ഇത് ആരംഭിച്ചിരുന്നെങ്കിൽ ഇതൊന്നും പറ്റില്ലായിരുന്നു. ഇവർ മെനക്കെടില്ല. കാരണം പിടിക്കപ്പെടും നാളെ. ഇത് ശബരിമലയിൽ എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല, ആരും പിടിക്കാൻ വരുന്നില്ല എന്ന ധൈര്യത്തിൽ പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, ശകുനം നന്നായാൽ നേരം വെളുക്കോളം കക്കുക. അങ്ങനെ നേരം വെളുക്കോളം കക്കാനുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷെ കഷ്ടകാലത്തിന് പഴയ കഥ പുറത്തു വന്നു, കേസായി. ഇപ്പൊ പഴയ കഥയല്ല, അതിലും പഴയ കഥ, കൊടിമരത്തിന്റെ കഥയും പുറത്തു വരികയാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പൊ ജയിലിൽ പോയിട്ടുള്ളൂ. 2 ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരെ ഇപ്പൊ ജയിലിൽ പോയിട്ടുള്ളൂ. എന്റെ ഒരു ഊഹം വെച്ചിട്ട് ഒരാൾ കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും കൂടി ജയിലിൽ പോകും. ഒരാൾ മരിച്ചുപോയി, അയാൾ രക്ഷപ്പെട്ടു. കാരണം അന്നാണ് വലിയ തട്ടിപ്പ്, വേറൊരു തട്ടിപ്പ് നടന്നത്. അപ്പൊ ഇതൊക്കെ ഈ രാജ്യത്ത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ വന്ന് അടിയുന്ന പൈസ, ഭക്തജനങ്ങൾ അവിടെ കൊണ്ട് ചെരിയുന്ന പൈസ, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനക്കാർ കൊണ്ടുവരുന്ന പൈസ, ഈ പണമൊക്കെ എടുത്ത് തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തങ്ങളുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, തങ്ങൾക്ക് ആഘോഷിക്കാൻ വേണ്ടി ചെലവാക്കുക. അതിന് ഓരോ പേര് പറയാ. സ്വർണ്ണപ്പാളികൾ മാറ്റണം, കട്ടിലജാലകം മാറ്റണം, കൊടിമരം മാറ്റണം, പിന്നെ അയ്യപ്പ സംഗമം നടത്തണം, ഇങ്ങനെ ഓരോ പരിപാടി പറഞ്ഞ് ഇതൊക്കെ ചെയ്യാം. അപ്പൊ 2 കോടി ഉറുപ്പ്യുണ്ട്, GST ഉണ്ട്, മറ്റു പല വിധത്തിലുമുള്ള സാധനങ്ങളുടെ പ്രശ്നമുണ്ട്. ഇത് നേരത്തെ ഇപ്പൊ നിലനിൽക്കുന്ന കേസിനേക്കാൾ വലിയ കേസാണ്. കാരണം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് ജീവനക്കാരും പിന്നെ ലൈറ്റ് ആൻഡ് സൗണ്ടുകാരനും എല്ലാം അടക്കം 624 ആളാണ് പങ്കെടുത്തത്. എല്ലാ ലൈറ്റ് ആൻഡ് സൗണ്ടുകാരനടക്കം 624 ആൾക്കാരാണ് പങ്കെടുത്തത്. അപ്പോ ഈ പരിപാടിക്കാണ് ഇപ്പൊ എത്രയാ 8 കോടിയോ 7 കോടിയോ ചെലവാക്കിയിട്ടുള്ളത്. അതെ, 8 കോടി എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ശ്രീ എം ജയചന്ദ്രൻ പറഞ്ഞ ആ കണക്കുകളിൽ ഒരു വൈരുദ്ധ്യവുമുണ്ട്. ദേവസ്വം ബോർഡ് ആധികാരികമായി തന്നെ പറയുകയാണ് 8 കോടി രൂപ ചെലവായി എന്നുള്ളത്. അല്ല, ജയകുമാർ സാറിന് അത് പറഞ്ഞല്ലേ പറ്റൂ. കാരണം അങ്ങോർക്ക് ഈ ഉദ്ദേശം കാണത്തില്ലല്ലോ. അങ്ങോര് അവിടെ വന്നത് ഈ ഒരു ഉദ്ദേശം വെച്ചിട്ടൊന്നല്ലല്ലോ. മാത്രവുമല്ല, അങ്ങോർക്ക് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പം കാര്യങ്ങൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങോര് വയസ്സുകാലത്ത് പാവുന്ന അങ്ങോർക്ക് അറിയാം. അപ്പൊ അങ്ങോര് സത്യമേ പറയുള്ളൂ, അങ്ങോർക്ക് നുണ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റും കൂടി ജയിലിൽ പോകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണാം. അങ്ങ് പറഞ്ഞു വരുന്നത് PS പ്രശാന്തിന്റെ കാര്യമാണോ? പേരുന്നാളൊക്കെ നമുക്കറിയാലോ. PS പ്രശാന്ത് ഇങ്ങനെയല്ലേ, ഇത് സ്വാമിയെ ശരണമയ്യപ്പ, ഇൻകിലാബ് സിന്ദാബാദോ, ഗോവിന്ദമാഷ ജാഥയോ, ഇങ്ങനെയല്ലേ വിളിച്ചത് അവിടെ, സ്വാമിയെ ശരണമയ്യപ്പ.